പൊട്ടി ഗൈസ്, പണി പാളി ഗൈസ്, പറഞ്ഞു പോയി ഗൈസ്. ഇത് നോക്ക്, അയ്യോ ഇത് ഫുള്ള് പൊട്ടിപ്പോയി. ഇത്രക്ക് ഡാമേജ് ആയാ? കാലൊടിഞ്ഞു, കൈ ഒടിഞ്ഞു. പറ്റില്ല സൈർ ഭായ്, ഇതിന്റെ വയറൊക്കെ ഊരി വന്ന്. സന്തോഷിക്ക്, കുറെ ആളുകൾക്ക് സന്തോഷമാവും. ഓ അടിപൊളി. ഇതൊക്കെ നല്ല കിളുന്ന ഇലയുള്ള തേയില, നല്ല പച്ചപ്പ് നിറഞ്ഞ തേയില. വാവ് മോനെ, കിടിലം ഭംഗി. ഇത് ശരിക്കും ഇത് മൂന്നാറല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് മൂന്നാറല്ല ഗൈസ്, ഇത് നമ്മുടെ ശ്രീലങ്കയാണ്. നുവാറ എലിയ. അറിയോ? ഞാനൊരു 5 മിനിറ്റ് ഇവിടെ റോഡിൽ നിന്നപ്പോഴത്തേക്കിനും ഈ വെള്ളക്കാരായിട്ടുള്ള ഫോറിനേഴ്സിനെ കൊണ്ട് പോകുന്ന ഒരു 10-20 വണ്ടിയെങ്കിലും പോയിട്ടുണ്ടാവും ഇതിലൂടെ. ഈ കാണുന്നതൊക്കെ തേയില ഫാക്ടറികളാണ്, കണ്ടില്ലേ? നോക്കി, ലബുക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ തേയില ഫാക്ടറികൾ ഈ വഴിക്കൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് തേയില ഫാക്ടറിയൊക്കെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ അത് പോവാം. പുറത്ത് നല്ല തണുപ്പാണ്, ആൾക്കാർ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നല്ല പെരുമഴ വരാൻ പോകണം തോന്നുന്നു. മേഘമൊക്കെ വന്ന് ആകാശം മേഘാവൃതമായിട്ട് ഇരുട്ടാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്കായി. സമയം ഇപ്പോൾ 5 മണി ആയതേ ഉള്ളൂ. ഭയങ്കരമായിട്ട് ഇരുട്ടി ആ ഒരു രീതിയിലേക്ക് മാറുകയാണ്. ഞാൻ ഒരിക്കലും മഴ പ്രതീക്ഷിച്ചല്ല ഇവിടെ. ആക്ച്വലി മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വൈപ്പറും കൊണ്ട് എങ്ങനെ കാര്യങ്ങൾ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ശക്തമായ മഴയാണെങ്കിൽ കുറച്ച് പാടാം. എങ്ങനെയുണ്ട് നുവാറയില്? എങ്ങനെയുണ്ട്? നല്ല ക്ലൈമറ്റ്. ഇവിടുത്തെ പേരുകൾ പോലും എല്ലാം ഇംഗ്ലീഷ് പേരുകളാണ് കൂടുതലും. ഇവിടെ എനിക്ക് നീ കാണുന്ന ഹോട്ടലിലാണെന്ന് തോന്നുന്നു. പണ്ട് എനിക്ക് ഇവിടെ ഞാൻ വന്ന സമയത്ത് നിന്നാന്നാണ് എൻ്റെ ഒരു ധാരണ. എനിക്ക് ഓർമ്മയില്ല. ഗോൾഡൻ റിഡ്ജ് എന്ന് പറഞ്ഞിട്ട്. ഇത് തന്നെ, ഇതൊരു അടിപൊളി ഹോട്ടലാണ് കേട്ടോ, നല്ല ഹോട്ടലാണ്. ഇവിടെയാണ് അന്ന് ഞാൻ ഷെയറായിട്ട് വന്നപ്പോഴത്തേക്കിനും അവരെ ഇവിടെയാണ് താമസിപ്പിച്ചത്. നല്ലൊരു കിടില ഹോട്ടൽ. നോക്കി, അങ്ങനെ നമ്മൾ നുവാറ എലിയ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു റൂം ബുക്ക് ചെയ്തായിരുന്നു. ബുക്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വരുന്ന വഴിക്ക് ഇടിക്കരുതുകൊണ്ട് മേടിച്ചു പോയി. മാതിരി ഓണം അടിച്ചത് ഇതിന്റെ അമ്മേ, പുകയായിട്ട് രക്ഷ ഒന്നും കാണുന്നില്ല, അല്ല തന്നെ ഒന്നും കാണുന്നില്ല. അപ്പോ വരുന്ന വഴിക്ക് ഞങ്ങൾ അവിടെ ചായ കുടിക്കാൻ നിർത്തിയപ്പോഴത്തേക്കിനും ഇവിടെ ഉള്ള ചുമ്മാ ഒന്ന് പരതിയിട്ട് ഒരു വീട് പോലത്തെ ഒരു സ്ഥലം കണ്ടു. അപ്പോൾ ഫോൺ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവര് പറഞ്ഞു റൂമുണ്ട്, ഇത്ര 15,000 12,000 അങ്ങോട്ട് പറഞ്ഞു. നമ്മുടെ ഏകദേശം 5,000 രൂപ വീടാണ്. സോ അങ്ങോട്ടേക്ക് പോവാം. നമ്മളങ്ങനെ ഹോട്ടലൊന്നും ബുക്ക് ചെയ്ത് അങ്ങനത്തെ ഒരു യാത്രയല്ല. നമ്മൾ അസറ്റീസ് എവിടെ എത്തുന്നോ അവിടെ താമസിക്കും, അങ്ങനെയാണ്. ഫുള്ള് നല്ല കിടിലം വൈബ്. നോക്കിയേ, മഴ പെയ്ത് ശരിക്കും നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ പോകുന്ന അതേ മണവും അതേ ആംബിയൻസ്, അതേ തണുപ്പ് അല്ലേ? അങ്ങനത്തെ ഒരു കിടിലൻ ഒരു സെറ്റപ്പ്. പക്ഷെ അവിടെ വലിയ ക്രൗഡഡ് ഒന്നും അല്ല കേട്ടോ. വലിയ ക്രൗഡഡ് അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇത്രയും തണുപ്പ് ഞാനിവിടെ പ്രതീക്ഷിച്ചല്ല. ഞാനത് ഇത്രയും തണുപ്പ് ഉണ്ടാവും എന്നുള്ളത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചല്ല. എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതനുസരിച്ച് തണുപ്പത്തിടാനുള്ള വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരേണ്ടതായിരുന്നു. ആലോചിച്ച് നോക്കി, നമ്മൾ കൊളംബോയിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കൊടും ചൂടും ഒരു 80 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും നല്ല തണുപ്പും മഴയും. പെരുമഴ. നമ്മൾ നടന്നു വന്നാൽ മതി, എന്തെങ്കിലും വേണമെന്നുണ്ടെ കേട്ടോ. ടൗണിൽ തന്നെയാണ് നമ്മളെ വീട്. എൻ്റെ അമ്മോ, യെസ് ഗായ്സ്, അങ്ങനെ ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന വീട്. ഇത് കൊള്ളാലോ വേർവായി, ഇത് അടിപൊളിയാണല്ലോ മോനെ, ഇത് അടിപൊളി. കറണ്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. യെസ്, സംബഡി ദേർ. അടിപൊളി മോനെ. എന്താ പ്രശ്നം? ഇതിന് ഡോറ് പണ്ട് രാജ്ഞികളൊക്കെ ഇറങ്ങുമല്ലോ മറ്റേ കുതിരവണ്ടിന്ന്. അതേപോലെ. ഹലോ സർ, നൈസ് ടു മീറ്റ് യു. യുവർ നെയിം? Sanjay. Sanjaya. Yes, sir. You're Sinhala? Yes, Sinhala. You speak Tamil? Tamil, no. No. So here everyone speaks Sinhala, right? Yes. Aibuan. Yes. Yes, Aibuan. Okay. So this is house. Okay, very good. അടിപൊളി വീടാണല്ലോ. Sir bhai. കൊള്ളാം. പട്ടിയൊക്കെ ഉണ്ടല്ലോ. So you stay here? Oh, you stay there. Okay, nice. Very good. പുള്ളി ഇവിടെ തന്നെ താമസിക്കുന്നതെന്ന്. ഇത് നീലക്കുറിഞ്ഞല്ല. ഇതിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ്? ഹൈറിഞ്ചാസ് എന്ന് പറഞ്ഞ എന്തൊരു സാധനമാണ്. അത് കൊള്ളാം അല്ലേ? നമുക്ക് മഴ നനയണ്ട, നമുക്ക് അകത്തോട്ട് പോവാം. ഇറ്റ്സ് റെയിനിങ്. ഇതിപ്പോൾ എയർബിഎൻബി പോലെ ഒരു ഹോം സ്റ്റേ പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു കെയർ ടേക്കർ ഉണ്ടാവും.
ഇവിടെ ഒരു കെയർ ടേക്കർ ഫുൾ ടൈം ഉണ്ട്. അയാൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പം പുള്ളിയായിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞാൻ കൊച്ചിയിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഫുൾ വില്ലയിൽ കെയർ ടേക്കർ എന്ന് പറയുന്നത് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഓൺ കോൾ എന്ത് ഹെൽപ്പിനും കെയർ ടേക്കർ ഉണ്ടാവും. അതാണ് നമ്മുടെ പരിപാടി. കാരണം നമ്മൾ ഒരു വില്ല ഫുൾ പ്രൈവസിയോട് കൂടി ഒരു പൂൾ വില്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. അതാണ് നമ്മുടെ ഒരു പർപ്പസ്. സോ അതാണ് നമ്മൾ ചെയ്യുന്നതും. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ് ഗൈസ്. അങ്ങനെ നമ്മുടെ വീട് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ നുവാറ എലിയ എന്ന് പറയുന്ന ആ ഒരു ചെറിയൊരു സ്ഥലത്തുള്ള ഒരു കുഞ്ഞൊരു വീട് ഉണ്ടോ? കൊള്ളാല്ലേ? നല്ല വീടല്ലേ? മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആഹാ എന്താ ലുക്ക്, എന്താ ഭംഗിയെന്ന് നോക്കി. കോടാ പൊളിച്ച് അതിൻ്റെ മേലെ കോടയൊക്കെ ഇറങ്ങി വരുന്നു. അടിപൊളിയാ, എന്തായാലും ഗംഭീരമായി. ഈ വീട്ടിൽ 3 ബെഡ്റൂം ഉണ്ട്. അതിന് ഞങ്ങൾക്കൊരു ബെഡ്റൂം മതിയല്ലോ. അപ്പോൾ 5000 രൂപയാണ് അവർ റെൻറ്റ് പറഞ്ഞിരുന്നത് ഇതിന് വേണ്ടി. ഇവിടെ മുമ്പിൽ ഇതേപോലെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഔട്ട്ഡോർ ചെയറൊക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും ഇതുപോലെ ഇത്രയും സ്ഥലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഹോം സ്റ്റേസ് ഒക്കെ കിടക്കാച്ചയായിട്ട് ചെയ്യാൻ പറ്റും. ഇത് തണുപ്പുള്ള സ്ഥലം അല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂളൊക്കെ പണിത് കഴിഞ്ഞാൽ അത് വേറെ ഒരു വൈബ് തന്നെയാവും. ആ ഭാഗത്തൊക്കെ അവിടെയൊക്കെ കൃഷി സ്ഥലങ്ങളാണ്. ക്യാബേജും പിന്നെ കോളിഫ്ലവർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതാണ് റോസ് കളറിലെ റോസാപ്പൂ. ഇതുണ്ടല്ലേ റോസാപ്പൂ. പിന്നെ ഇഷ്ടംപോലെ ഫ്ലവേഴ്സ്. ശരിക്കും ശ്രീലങ്കയുടെ ഇതുപോലെയുള്ള പലതരത്തിലുള്ള ഫ്ലവറുകളൊക്കെ ഉണ്ടാവുന്നത് ഈ നുവാറ എലിയ ഈ ഭാഗത്തുനിന്നാണ്. ഇതിങ്ങനെ ഇതിൻ്റെ മേളിലോട്ട് പടർത്തി വിട്ടിട്ടുണ്ട്. ഇതിങ്ങനെ വെട്ടി വെച്ച് കഴിഞ്ഞാൽ അതും ഒരു പ്രത്യേക ഒരു വൈബാണ്. ഇങ്ങ് മേലേന്ന് കോട ഇറങ്ങി വരുന്നേണ്ട. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ നുവാറ എലിയ ടൗൺ. വലിയ ചുറ്റിനും മലയൊക്കെ ഉള്ള ആ മലയുടെ സമീപത്തായിട്ട് ഒരു താഴ്വാരത്തുള്ള ഒരു ടൗണാണ്. ടൗൺ സെൻറ്ററൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. ഫുള്ള് കോടയൊക്കെ മൂടി ഭയങ്കര അടിപൊളിയായിട്ട് നിൽക്കുന്നത്. അതിനകത്ത് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടാണ്. ഞങ്ങൾ താമസിക്കുന്ന വീടാണ്. ആ ടൗണിൻ്റെ ഒരറ്റത്ത് മലയുടെ താഴ്വാരത്തായിട്ട് ചുറ്റിനും കൃഷി സ്ഥലങ്ങളൊക്കെ ആയിട്ട് നല്ല കീട്ടിലൊരു സ്ഥലം, കീട്ടിലൊരു വീട്. അടിപൊളി. ഞാൻ രാത്രിയിലേ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ ഈ ഭാഗത്ത് എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് നടക്കാണ്. ഞാൻ മാത്രമായിരിക്കും ജാക്കറ്റൊന്നും ഇല്ല ഇത് ഇട്ടുകൊണ്ട് നടക്കുന്നത്. ബാക്കി എല്ലാവരും ജാക്കറ്റ് ഇട്ട് നടക്കുന്നത്. അതൊരു റെസ്റ്റോറൻ്റ് ആണ്. അതിൻ്റെ റെസ്റ്റോറൻറ്റിന് മുമ്പിൽ ആൾക്കാർ പാഴ്സലൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നിൽപ്പുണ്ട്. ഗൈസ്, ദിസ് ഈസ് തമിഴ്നാടു ഓർ ശ്രീലങ്ക ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. തമിഴിലും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. I forgot your name. What is your name? സഞ്ജയ് ആണ് ഇവിടുത്തെ കെയർ ടേക്കർ. ഞാനും സൈർബായും കൂടെ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ട് വന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വന്ന്. അപ്പോൾ ഇത് വീട് ഞാൻ കാണിച്ചില്ലല്ലോ. ഞാൻ വീട് കാണിച്ചു തരാം. ഞങ്ങൾക്ക് ഇവിടെ ഒരു കിച്ചണും പരിപാടികളും സെറ്റപ്പൊക്കെ ഉണ്ട്. ഗംഭീര വീട് കേട്ടോ. ഇത് ഇവിടെ ഒരു കട്ടിലുണ്ട്. കട്ടിലല്ല, സോറി, ഡൈനിങ് ടേബിളുണ്ട്. ഇവിടെ നമുക്ക് വലിയൊരു ലിവിങ് ഏരിയ. സൈർബായി 5000 രൂപയ്ക്ക് എന്തെങ്കിലും ആവുമല്ലേ വീട്? അടിപൊളി സ്ഥലമല്ലേ? വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇത് സൈർബായി ഇത് ജാക്കറ്റൊക്കെ എടുത്തിട്ട്. ഞാനാണെങ്കിൽ പുറത്ത് പോയിട്ട് വരാൻ നേരം ഞാൻ ഫുള്ള് പക്ഷെ നല്ല മനുഷ്യര് അല്ലേ എല്ലാവരും. ഫുഡ് ഞങ്ങളിപ്പം അവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചിട്ട് വന്നു. വലിയ പൈസ ഒന്നുമില്ല, വളരെ ചീപ്പാണ് ഫുഡൊക്കെ. നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ചോറ് റൈസ് ആൻഡ് കറി എന്നും പറഞ്ഞാൽ ഇവിടെ കുറേ സാധനങ്ങൾ കിട്ടും. ചോറ്, പിന്നെ പരിപ്പ് കറി, മീൻ കറി. ഇവിടെ ഫിഷ് കറി എന്ന് പറയുമ്പോൾ പൊളിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ സാമ്പൽ, പൊൽസാമ്പൽ, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. തേങ്ങാ ചമ്മന്തി, അതിനെന്തോ വേറെ എന്തോ ഒരു മാങ്ങയോ എന്തോ സാധനം ഇടുക, എന്താണെന്നറിയില്ല. അതൊന്നും എനിക്കറിയില്ല എന്താണെന്നുള്ളത്. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ആണ് ഫുഡ്. അപ്പൊ ഇവിടെ 3 മുറിയുണ്ട് ഇവിടെ. അപ്പൊ നമ്മുടെ കെയർ ടേക്കർ ചേട്ടൻ നമുക്ക് 2 റൂം തുറന്നു തരാമെന്ന് പറഞ്ഞു. സോ അപ്പുറത്ത് മുറിയുണ്ട്. യെസ്, എനി റൂം. ഇതാണോ ഒരു റൂം? നമുക്ക് ഏതെങ്കിലും ഒരു റൂം കിട്ടിയാൽ പോരെ. ഇതുണ്ട്, അപ്പുറത്തെ മുറിയുണ്ട്. 2 മുറി തുറന്നു തരാമെന്ന് പറഞ്ഞു. യെസ്. ഓ, ഇത് നല്ല മുറിയാ. ഇത് പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ശരിക്കും ഒരു ഫാമിലിക്ക് 5000 രൂപയ്ക്ക് 3 പേർക്ക് നല്ല അടിപൊളിയായിട്ട് റൂം എടുക്കാം. പക്ഷെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, സീസണല്ല നല്ല റേറ്റ് ആയിരിക്കും. പിന്നെ ഇവിടെ കിച്ചൺ ഉണ്ട്, കിച്ചണിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ വേറൊരു റൂമുണ്ട്. ഓക്കെ, ഇത് കണ്ടോ, ഇവിടെ വിത്ത് ബാത്റൂം എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇടല്ലേ? നൈസ്, അടിപൊളിയാണല്ലോ.
ഇതും പൊളി കേട്ടോ, ഇതും സെയിം നല്ല കിടക്കാച്ചി ബാത്റൂം, എന്ത് സെറ്റപ്പ് അല്ലേ, എല്ലാ പരിപാടികളും ഉണ്ട്. പഴയ വീടാണ്, പണ്ടത്തെ വീടാണ്, എന്നാലും ഇറ്റ്സ് ഈസ് റിയലി നൈസ്. ഒരു ഫാൻ പോലും ഇല്ല ഇവിടെ, ഫാനിൻ്റെ പോലും ആവശ്യമില്ല. ഫാൻ വേണ്ട, AC വേണ്ട, ഒരു കുന്തം വേണ്ട. അതാണ് ഇതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രാത്രി ആകുമ്പോഴത്തേക്കിനും ഫാൻ ഇല്ലാത്ത സൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും AC ഫാൻ എന്തിൻ്റെയൊക്കെ സൗണ്ട് വേണ്ടേ, ആ ഒരു സൗണ്ട് ഇല്ലാത്തൊരു പ്രോബ്ലം വരും. ഇത് വേറെ റൂം, ഇതിനകത്ത് മറ്റേ കുഞ്ഞു കുട്ടികൾക്കുള്ള മറ്റേ ഇത് വരെ ഉണ്ട്, തൊട്ടിൽ വരെ ഉണ്ട്, കണ്ടില്ലേ. ഇതും ഒരു മുറി, അടിപൊളിയല്ലേ. ഇതും അറ്റാച്ച്ഡ് ആണ്. സൈർ ബൈ അവിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് വേറെ റൂമുണ്ട്, എനിക്ക് വേറെ റൂമുണ്ട്. അപ്പോൾ ഞാനിവിടെ എന്താ പറയുക, ഫയൽ കോപ്പി അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ആയിട്ടിരിക്കുകയാണ്. എനിക്ക് രാത്രി വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ചാർജ് കിട്ടണം, ഡ്രോൺ ചാർജ് ചെയ്യണം, പിന്നെ ക്യാമറ ചാർജ് ചെയ്യണം, 2 ക്യാമറ ചാർജ് ചെയ്യണം, ഐപാഡ് ചാർജ് ചെയ്യണം, ഫോൺ ചാർജ് ചെയ്യണം, അങ്ങനെ പല പരിപാടിയുണ്ട്. ഇന്നിവിടെ ഞാൻ മിക്കവാറും തണുത്ത് കുറച്ച് അടക്കേണ്ടി വരും. ഇവിടെ അങ്ങനത്തെ ഒരു സാധനമുണ്ട്, തണുപ്പ് കൂടുതലാണെങ്കിൽ ഓണാക്കാൻ വേണ്ടിയുള്ളൊരു ഹീറ്റർ പോലത്തെ ഒരു സാധനമുണ്ട്. നല്ല തണുപ്പായിരുന്നു ഇവിടെ. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്, സീ യു ടുമോറോ. അങ്ങനെ നമ്മൾ നുവാറ ഏരിയയിൽ നമ്മൾ താമസിച്ച മനോഹരമായിട്ടുള്ള ആ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ ഇന്ന് പുറപ്പെടുകയാണ്. ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പ്ലാനും ഇല്ല. നമ്മൾ ഓട്ടോ എടുത്ത് നമ്മൾ പുറത്തിറങ്ങും, എന്നിട്ട് നമ്മൾ കാണുന്ന വഴി കൂടെ ഒക്കെ ഡ്രൈവ് ചെയ്യും. എവിടെയാണോ എത്തുന്നത് അവിടേക്ക് പോകും. പിന്നെ നമ്മൾ എന്താ പറയുക, എവിടെയാണോ താമസിക്കാൻ പറ്റുന്നത് അവിടെ താമസിക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ഇവിടെ ഇഷ്ടംപോലെ പച്ചപ്പും ഹരിതാപയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ അവരോട് ചോദിച്ച് ഓട്ടോ അതിൻ്റെ മേളിൽ കയറി പാർക്ക് ചെയ്ത് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഈ പച്ചപ്പിനിടയ്ക്ക് ഈ റെഡ് കളറിലെ ഓട്ടോ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. സോ അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഭയങ്കര ക്യൂട്ടാ അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്യൂട്ട് വണ്ടിയാണ്. നിങ്ങളോട് ഞാൻ ഫോട്ടോ എടുക്കാനല്ലേ പറഞ്ഞേ? ഇതെന്ത് പരിപാടി, ഇത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് എന്റെ ഗാലറി മൊത്തം നടത്തി വെച്ചേക്കുന്നത്. നോക്കി, ഇത് കണ്ടോ? ഇനി പറയരുത്, എന്റെ മനുഷ്യനാണ് പോയി. ഇങ്ങനോട് ഞാൻ എന്റെ തമ്മനയിലിടാൻ നല്ല ഫോട്ടോ എടുക്കാൻ പറഞ്ഞ ക്യാമറ കൊടുത്തപ്പോഴത്തേക്കിനും ഒരു 200 ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നു 10-20 സെക്കൻഡും കൊണ്ട്. ഒരു മാസത്തിലുള്ള ഫോട്ടോ ഇത് നോക്ക് ഗൈസ്, നോക്കുന്നത് കണ്ടോ? തമ്മനയിലുള്ള ഫോട്ടോ എന്ന് പറഞ്ഞെടുത്തത് മൊത്തം ഇത് ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുക. ഒരു മാസത്തിലുള്ള തമ്മനയില് ഞാൻ എടുത്തു മിണ്ടരുത്, പണിയെടുക്ക. നമ്മളിപ്പോൾ ഉള്ള ഈ നുവാറ എലിയ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, ശരിക്കും 6000 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏകദേശം 6500 അടി ഉയരം വരെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതായത് നിങ്ങൾക്ക് മൂന്നാറും വയനാടും ഒക്കെ പോയിട്ട് തണുപ്പൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ ഫ്ലൈറ്റ് എടുത്തിട്ട് കൊളംബോയിൽ വന്നിട്ട് 2 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ എത്താൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇവിടെ. അത്യാവശ്യം നല്ല തണുപ്പായിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഹിൽ സ്റ്റേഷൻസിലേക്ക് പോകുന്നതിലും ചീപ്പായിട്ട് നമുക്ക് ഇവിടേക്ക് വരാനും ഇവിടെ എൻജോയ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ നാടൻ ഫുഡൊക്കെ കിട്ടി നല്ല അടിപൊളി നാടൻ വൈബിൽ മൂന്നാറും വയനാടും കിട്ടുന്ന അതേ വൈബിൽ നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. ഇത് ശരിക്കും ശ്രീലങ്കയിലെ തന്നെ വൺ ഓഫ് ദ കൂളസ്റ്റ് പ്ലേസ് ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ സ്ഥലത്തിന് ലിറ്റിൽ ഇംഗ്ലണ്ട് എന്ന് പറയും. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡിൽ ബ്രിട്ടീഷുകാർ ഇവിടെ തുഡോർ സ്റ്റൈലിലുള്ള വീടുകളും ഗാർഡനുകളും ക്ലബ്ബുകളും ഒക്കെ നിർമ്മിച്ചിരുന്നു. അതായത് അവർ ഇവിടെ വന്ന സമയത്ത് അത്യാവശ്യം നല്ല തണുപ്പുള്ള, അവർ തണുപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ. ലണ്ടനിലൊക്കെ തണുപ്പല്ലേ, ബ്രിട്ടീഷ് ഇംഗ്ലണ്ടിലൊക്കെ തണുപ്പല്ലേ. അപ്പോൾ ഈ തണുപ്പുള്ള സമയത്ത് സ്ഥലം അവർ കണ്ടുപിടിച്ച് അത് അവരൊരു ഹിൽ സ്റ്റേഷനാക്കി റിലാക്സേഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ടൊരു ഹിൽ സ്റ്റേഷനാക്കി മാറ്റുകയാണ് ചെയ്തത്. അത് മാത്രമല്ല അവർ ഇവിടെ തേയില കൃഷി കൊണ്ടുവന്ന് തേയില വളരെ മികച്ച രീതിയിൽ കൊണ്ടുവരുന്ന ഒരു സെറ്റപ്പാക്കി മാറ്റി. ഇവിടെ നമുക്ക് ധാരാളം കൊളോണിയൽ ബംഗ്ലാവുകൾ കാണാൻ സാധിക്കും. അതേപോലെ ബ്രിട്ടീഷ് സ്റ്റൈൽ ഗാർഡൻസും പിന്നെ ഹോഴ്സ് റേസിംഗ് ട്രഡീഷൻസ് ഭയങ്കരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ധാരാളം ഗോൾഫ് ക്ലബ്ബുകളുള്ള ഒരു സ്ഥലമാണ് ഈ ടൗൺ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു ശ്രീലങ്കയിലെ ഒരു യൂറോപ്യൻ അറ്റ്മോസ്ഫിയർ പല സ്ഥലത്തും പല കെട്ടിടങ്ങളിലും പല രീതിയിലും കാണാൻ സാധിക്കുന്ന ഒരു നഗരമാണ് നമ്മുടെ ഈ ഒരു നുവാറ എലിയ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഹൈ ആൾട്ടിറ്റ്യൂഡ്, വളരെ കൂളായിട്ടുള്ള വെതർ, പിന്നെ മിസ്റ്റി മൗണ്ടൻസ്, അതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ധാരാളം ടീ എസ്റ്റേറ്റുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗ്രിഗറി ലേക്ക് എന്ന് പറഞ്ഞൊരു ലേക്കുണ്ട് ഇവിടെ. അത് ശരിക്കും 1873 ബ്രിട്ടീഷുകാരുടെ സമയത്ത് അവരുണ്ടാക്കിയ ഒരു മാൻമെയ്ഡ് ലേക്കാണ് ഗ്രിഗറി ലേക്ക് എന്ന് പറയുന്നത്. അവിടെ ബോട്ട് റൈഡ്, സൈക്ലിംഗ്, വാക്കിംഗ് അങ്ങനെയുള്ള പല പരിപാടികൾ ചെയ്യാൻ പറ്റും. സൺസെറ്റ് വ്യൂസ് കിട്ടുന്നതിന് വളരെ നല്ലൊരു സ്ഥലം കൂടിയാണ്. പിന്നെ ഒരു ഹക്കാല ബോട്ടാണിക്കൽ ഗാർഡൻ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ഹിൽ സ്റ്റേഷൻസിലും ഒരു ബോട്ടാണിക്കൽ ഗാർഡൻ ഉണ്ടാവുമല്ലോ, അത്തരത്തിലുള്ള ഒരു ബോട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. അത് വൺ ഓഫ് ദ ഹയസ്റ്റ് ബോട്ടാണിക്കൽ ഗാർഡൻസ് ഇൻ ദ വേൾഡ് എന്നാണ്
എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. പിന്നെ ഇവിടെ ഒരു സീതാമ്മൻ ടെമ്പിൾ ഉണ്ട്. ഈവൻ ദോ ഈ ഒരു ഭാഗം മെജോറിറ്റി സിൻഹള സംസാരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും ഈ തമിഴ് മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ ശ്രീലങ്കയുടെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സീതാമ്മൻ ടെമ്പിൾ ഉണ്ട്. പിന്നെ ഇവിടെ ഹോർട്ടൺ പ്ലെയിൻസ് നാഷണൽ പാർക്ക് എന്നും പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ലിഫ് ഏരിയ ഒക്കെ ഉണ്ട്. അവിടെ നമുക്ക് ഒരു വേൾഡ് സെൻ്റർ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് പോകുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ധാരാളം വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ വെതറാണ്. എപ്പോഴും ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ടു 20 ഡിഗ്രി സെൽഷ്യസിൽ ഇങ്ങനെ നിൽക്കുന്ന നല്ല കിഡിലൻ വെതറാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. എപ്പോഴും ഒരു മിസ്റ്റി റെയിനി വെതറായിരിക്കും. നൈറ്റ്സ് കുറച്ചുകൂടെ നല്ല രാത്രിയൊക്കെ നല്ല തണുപ്പായിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഫൈനസ്റ്റ് സിലോൺ ടീ, അതായത് വേൾഡിലെ ഫേമസ് ആയിട്ടുള്ള ഫൈനസ്റ്റ് സിലോൺ ടീ ഉണ്ടാക്കുന്നത് നുവാറ ഏരിയയിലുള്ള തേയില ഫാക്ടറികളിൽ നിന്നാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മൾ ഇന്നലെ വരുന്ന വഴിക്കൊക്കെ കണ്ടതുപോലെ തന്നെ ക്യാരറ്റും ക്യാബേജും സ്ട്രോബെറീസും അങ്ങനെ ധാരാളം വെജിറ്റബിൾസ്, ഈ രാജ്യത്തേക്ക് വേണ്ട ധാരാളം വെജിറ്റബിൾസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നുവാറ ഏലിയ എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. കാൻഡിയിൽ നിന്നും LAയിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ ജേർണി ഉണ്ട്. അത് ശരിക്കും ഈ നുവാറ ഏലിയയുടെ ഭാഗത്തൂടെയുള്ള ടീ പ്ലാന്റേഷൻസും വാട്ടർഫോൾസും ഒക്കെ കടന്നുള്ള ഒരു ട്രെയിൻ ജേർണിയാണ്. എനിക്ക് ഇതുവരെ ആ ട്രെയിൻ ജേർണി നടത്താൻ പറ്റിയിട്ടില്ല. കാരണം അത് ടൂറിസ്റ്റുകളുടെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ട്രെയിൻ ജേർണിയാണ്. ഭയങ്കര പോപ്പുലറാണ്. ഇതിനകത്ത് ടിക്കറ്റ് കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ്. ഞാൻ എപ്പോഴെങ്കിലും ഒരു തവണ ഇവിടെ വന്നിട്ട് ആ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യണം. ഹലോ സാർ, പോവല്ലേ? രാവിലെ പാട്ട് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പണി ഞാൻ തുടങ്ങും, പുള്ളിയുടെ പണി പുള്ളി പുറകെ ഇരുന്ന് തുടങ്ങും. അതാണ് നമ്മുടെ പരിപാടി. നമ്മുടെ പണി സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ക്യാമറ ഫിക്സ് ചെയ്തു, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഫിക്സ് ചെയ്തു. പുള്ളിയുടെ പണി സാധനം എന്ന് പറയുന്നത് പുള്ളിയുടെ കയ്യിലുള്ള ഓട്ടോ ആൾക്കാർ വന്നിട്ട് അതുകൊണ്ട് വർക്ക് തീർക്കണം. ഓക്കെ. സോ രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇവിടെ ഇന്ന് എന്താ കഴിക്കുക? ഇന്ന് സ്ട്രിങ് ഹോപ്പേഴ്സ് കഴിക്കുക. അതാണ് വിചാരം. ഇവിടെ അടുത്ത് തന്നെ ഒരു സ്കൂളുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു സ്കൂളിൻ്റെ കുറച്ച് പിള്ളേരുടെ ബഹളമൊക്കെ കാണാം. പിന്നെ ഇവിടെ ഇതിനപ്പുറത്ത് മൊത്തം കൃഷിയാണ്. ഈ സ്ഥലം മൊത്തം കൃഷിയാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് വലിയൊരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട്, നിറച്ച് പൈൻ മരങ്ങളും മറ്റുമൊക്കെ ആയിട്ട്. എന്തായാലും ലെറ്റ്സ് ഗോ. ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം കണ്ടില്ല, എല്ലാം പഴയ കാലത്തെ ടൈപ്പ് ബിൽഡിങ്ങുകളാണ് എല്ലാ സംഭവങ്ങളും. ഇടതുവശത്ത് നമുക്ക് ഒരു ഗ്രൗണ്ടും അതേപോലെ തന്നെ അപ്പുറത്തൊരു ഹോഴ്സ് ക്ലബ്ബ്, ഹോഴ്സ് റേസ് ട്രാക്ക്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണാം. ശരിക്കും ഒരു ഊട്ടി വൈബ്. റൈറ്റ് സൈഡിൽ എന്തോ ഒരു ലേക്ക് ഉണ്ട്. ഓ പൊളിച്ച് അടിപൊളി. അങ്ങനെ നമ്മൾ ആ ബ്രിട്ടീഷുകാരുടെ സമയത്ത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ആ ഒരു മാൻമെയ്ഡ് ലേക്കാണ് നമുക്കിവിടെ ഇടതുവശത്ത് കാണുന്നത്. അപ്പോൾ ആ ലേക്കിന് സമീപത്തൂടെയുള്ള ഒരു റോഡ് ശരിക്കും നമ്മുടെ കശ്മീരിലെ ദാൽ ലേക്കൊക്കെ പോലെ ഫീൽ ചെയ്യും. അതിന് സമീപത്തോടുള്ള ഈ റോഡിലൂടെ പോകുമ്പോഴത്തേക്കിനും എവിടെയും നല്ല പച്ചപ്പ്, നല്ല ഭംഗി, നല്ല ഗാർഡനൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള ഏരിയ, നല്ല വൃത്തിയുള്ള സ്ഥലം. ഊട്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും ഊട്ടിയെക്കാട്ടി വൃത്തിയുണ്ടെന്നുള്ളതാണ് ഞാനിവിടെ കണ്ട ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ നുവാറ ഏലിയ എന്ന് പറയുന്ന ഈ ഒരു ഹിൽ സ്റ്റേഷൻ്റെ മുകളിൽ നമുക്ക് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ളതാണ് ഇതിൻ്റെ മേളിലുള്ള ഒരു ഗ്രിഗറി ലേക്ക് എന്ന് പറയുന്നത്. ഇതിന് ഗ്രിഗറി ലേക്ക് എന്ന് പേര് കൊടുക്കാൻ കാരണം അന്നത്തെ ബ്രിട്ടീഷ് ഗവർണറായിട്ടുള്ള സർ വില്യം ഗ്രിഗറി ആയിട്ടുള്ള ആള് 1873 ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു ഫ്രഷ് വാട്ടർ ലേക്ക് നിർമ്മിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ലേക്ക് നിർമ്മിക്കുന്നത്. സമീപത്തുള്ള ഉറവുകളും മഴവെള്ളവും പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കൂടെ സംഭരിച്ചു കൊണ്ടെന്നാണ് ഈ ഒരു ലേക്ക് ഉണ്ടാക്കുന്നത്. പിന്നീട് ഇവിടെ ഹൈഡ്രോ പവർ ജനറേഷൻ, അതായത് ടൗണിലേക്കുള്ള ഹൈഡ്രോ പവർ ജനറേഷനും ഈ ഒരു ലേക്കിൻ്റെ ഇതിൽ നിന്നും ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാലും മൊത്തം ഏകദേശം 225 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു ലേക്ക് ഇങ്ങനെ പടർന്ന് കിടക്കുന്നത്. ഇന്നൊരു വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഈ ലേക്കിനോടനുബന്ധിച്ച് ബോട്ടിങ്ങും ബാക്കിയുള്ള പരിപാടികളും ബാക്കിയുള്ള സംഭവങ്ങളും അങ്ങനെ എല്ലാ പരിപാടികളും ആയിട്ടുള്ള ഒരു ഗംഭീര ഒരു സെറ്റപ്പാണ് നമ്മൾ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഈ ഒരു ലേക്ക്. ഇതാ ലേക്ക് ഉണ്ടാക്കിയപ്പെടുത്ത മണ്ണാണ്. ഞാൻ ഡ്രോൺ പറത്താൻ വേണ്ടി ഒരു സ്ഥലത്ത് കൊണ്ട് വണ്ടി നിർത്തിയതാ. അവിടെ നിർത്താൻ പറ്റത്തില്ല. അപ്പൊ ഇതുപോലത്തെ ഒരു സ്ഥലത്താണ് വണ്ടി നിർത്താൻ പറ്റിയത്. അതാണ് ഇവിടെ. ഈ മണ്ണൊക്കെ അന്ന് 1973 ലേക്ക് ഉണ്ടാക്കിയപ്പെടുത്ത മണ്ണുകളാണ്. ആ ഒരു ലേക്കിന്റെ സമീപത്ത് അവിടെ ഒരു ഹൗസ് ബോട്ട് പോലത്തെ ഒരു സാധനം കിടക്കുന്നുണ്ടോ? ഹൗസ് ബോട്ട് അല്ല, ലിറ്ററലി അത് ശരിക്കും ഹൗസ് ബോട്ട് പോലെ തന്നെയാണ് കിടക്കുന്നത് അല്ലേ? ഒരു പഴയ സാധനം അതിവിടെ എങ്ങനെയൊക്കെയോ റെഡിയാക്കി ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ലേക്കിന്റെ ഇപ്പുറത്തായിട്ട് നമുക്കിവിടെ ഒരു കാരവൻ പാർക്ക് കാണാം. അതുകൊണ്ടല്ലേ, ഞാൻ ആദ്യമായിട്ടാണ്, നമ്മൾ ഇന്ത്യയിൽ പോലും ഈ സാധനം കണ്ടിട്ടില്ല. കാരവൻ പാർക്ക്, കാരവൻ ഫോർ റെന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ടിപ്പിക്കൽ ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ മാറ്റി പിടിച്ചുകൊണ്ട് ഞങ്ങൾ വേറൊരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡെന്ന് പറഞ്ഞാൽ മറ്റേ
ഇത് ചാടി കൊമളയുള്ള റോഡില്ലേ, അങ്ങനത്തെ റോഡാണ്. അത് ഭയങ്കര പാടാണ് അങ്ങനത്തെ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോ ഈ വഴിക്ക് പോകുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ സാധിക്കും വിചാരിക്കുന്നു. ഫാം ഉണ്ട് എന്നൊക്കെ ആണ് കണ്ടത്. റോഡ് മാറ്റി പിടിച്ചു. മസനഗുഡി വഴി ഊട്ടി റോഡ് അങ്ങനെയല്ലോ. അപ്പൊ ഇത്ര നേരം ഊട്ടിയായിരുന്നു. ഊട്ടിന്ന് മസനഗുഡി വഴി നാട്ടിൽ പോവാ. മസനഗുഡി വഴി നമ്മള് ഗൂഡല്ലൂര് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗൂഡല്ലൂർ ഞാൻ വെറുതെ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കുകയായിരുന്നേ. അപ്പൊ ഇവിടുത്തെ സ്ഥലത്തിന്റെ പേരുകളൊക്കെയാണ് വിൻസർ, ബ്ലാക്ക് പൂള്, ഇൻവർനസ്, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും ഇവിടുത്തെ സ്ഥലത്തിന്റെ പേര്. അത് ഭയങ്കര സംഭവമല്ലേ. അതായത് ഇതൊക്കെ UK സ്ഥലപ്പേരുകളാണ് ഇതൊക്കെ. ബ്ലാക്ക് പൂള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ബ്ലാക്ക് പൂൾ ജംഗ്ഷൻ. പിന്നെ ഇപ്പോഴും ഇവിടുത്തെ പല പേരുകളും മാറ്റിയിട്ടില്ല. പൊട്ടിപ്പൊളിഞ്ഞ വഴിയാണ് ഗൈസ്. കല്ലും മണ്ണും നിറഞ്ഞ വഴിയിലൂടെ നമ്മൾ പോവുകയാണ്. കാനനപാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊടി. അവിടെ എന്താ പാട്ട് വെച്ചിരിക്കുന്നത്? എന്തിനാ? ക്രിക്കറ്റ് ഗ്രൗണ്ടാണോ അത്? ഞാൻ വിചാരിച്ചു മറ്റേ ഈ കന്നുകാലികൾക്കൊക്കെ പാട്ട് വെക്കത്തില്ലേ, അതേപോലെ ക്യാരറ്റ് ചെടികൾക്ക് പാട്ട് വെച്ചിരിക്കുകയായിരിക്കും കരുതി. അങ്ങനല്ലല്ലേ. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ന്യൂസിലൻഡ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതായത് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ, കുറച്ച് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ഥലപ്രകൃതി ഭൂപ്രകൃതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ന്യൂസിലൻഡ് പോലെ ഇരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ളൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. ഇത് അടിപൊളി സ്ഥലമാണല്ലോ. ഇതുപോലെയുള്ള കുറേ ലേക്കുകൾ, ഇത് മാൻമെയ്ഡ് ലേക്ക് അല്ല കേട്ടോ, ഇത് ഒറിജിനൽ ലേക്കാണ്. ഇതുപോലെയുള്ള കുറേ ലേക്കുകൾ നമുക്ക് ഈ മലയുടെ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ലേക്കിൽ എന്താ സംഭവം, ഒരു ഫ്ലോട്ടിങ് എന്തോ ഒരു പരിപാടി ആണ്ടൊക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു കിടക്കാച്ചി ലൊക്കേഷൻ. ആർ യു ഫീലിംഗ് കോൾഡ്? ചൂടെടുക്കുന്നില്ല? ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു രാവിലെ, പക്ഷെ ഇപ്പം വെതർ ഓക്കെ ആയിട്ടുണ്ട്, കുഴപ്പമില്ല. ഭയങ്കര രസമുള്ളൊരു റിസർവയർ ആട്ടോ. കൻഡായല റിസർവയർ എന്നാണ് ഇതിന്റെ പേര്. 1949 നിർമ്മിച്ച ഒരു റിസർവയർ ആണ്. അപ്പൊ എന്തായാലും സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാരുടെ ഒരു സമയത്ത് എന്തോ നിർമ്മിച്ച ഒരു റിസർവയർ ആണ്. അപ്പൊ ഇനിയിപ്പോ അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും വീണ്ടും പച്ചപ്പും ഹരിതാപയും. അത് വലിയൊരു പ്രശ്നമാണ് സാറ്. ഈ വെള്ളക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലേ ഇവിടെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ നമ്മൾ ഫോറിനറാണോ ലോക്കലാണോ എന്ന് അവർക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. അതാണ് പ്രശ്നം. നമ്മൾ ഫോറിനറാണോ ലോക്കലാണോ, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ശ്രീലങ്കൻസിനെ പോലെ ഒക്കെ തന്നെയല്ലേ ഇരിക്കുന്നത്, ഏകദേശം വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പോൾ അവർക്കൊരു സംശയമാണ്. ഇപ്പൊ കണ്ടില്ലേ ന്യൂസിലൻഡ് പോലത്തെ സ്ഥലം. കം വിസിറ്റ് ആൻഡ് എക്സ്പീരിയൻസ് ദ ഐക്കോണിക് അംബവേല ഫാം, ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് മോഡേൺ ഫാം ഇൻ ശ്രീലങ്ക. പോയാലോ, പശുവിനെ കറക്കുന്ന കാണാൻ പറ്റും, ചിലപ്പോൾ പശുവിനെ കറക്കാനും പറ്റും. ഈ ഒരു ഭാഗമൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഏകദേശം ഒരു ന്യൂസിലൻഡ് പോലെ അല്ലേ ഇരിക്കുന്നത്. അതാണ് ഇവർ ന്യൂസിലൻഡ് എന്നൊക്കെ പറയുന്നതെന്ന് തോന്നുന്നു. സൈർ ഭായ്, നിങ്ങളിത് കണ്ടോ? ഈ മലയുടെ നടുക്ക് ഇവിടെ ഈ ഗ്രാസ് ലാൻഡ് കണ്ടോ? ഈ ഗ്രാസ് ലാൻഡ് കാണുമ്പോഴത്തേക്കിനും നമ്മൾ UK-ലും അതേപോലെ തന്നെ നമ്മൾ ന്യൂസിലൻഡിലൊക്കെ നമ്മൾ കണ്ട പോലത്തെ ഗ്രാസ് ലാൻഡുകളുടെ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. ഉണ്ടോ? ശരിക്കും പറവുണ്ടോ? നമ്മൾ ന്യൂസിലാൻഡിൽ പോയി തകർത്ത് കണ്ടതല്ലേ. അപ്പോൾ അതേപോലത്തെ ഗ്രാസ് ലാൻഡുകളുള്ള ഒരു ഏരിയ ആണ് ഇത്. ഈ ഗ്രാസ് ലാൻഡുകളെയൊക്കെ ശരിക്കും ഈ പശുക്കളെ മേച്ച് വിടുന്ന രീതികളും പരിപാടികളും ഒക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങ് ദൂരെ നമുക്ക് മിക്കവാറും കാണുന്ന ആ ഒരു ബിൽഡിംഗ് ആയിരിക്കണം നമ്മളിപ്പോൾ ഇവിടെ കണ്ട മറ്റേ അംബാല ഫാം എന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. മുന്നിലേക്ക് നോക്കുമ്പോഴത്തേക്കിനും ശരിക്കും ഇവിടെയൊക്കെ ഈ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നത് വെട്ടിത്തെളിച്ച് തേയില കൃഷി നടത്തിയിരുന്ന സ്ഥലമായിരുന്നോ എന്നൊക്കെ തോന്നും. പക്ഷെ അല്ല, തേയില കൃഷിക്ക് വേറെ ഇതുപോലെയുള്ള ഗ്രാസ് ലാൻഡ് ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും ചില സ്ഥലത്ത് തേയിലയും ചില സ്ഥലത്ത് ഇതുപോലുള്ള ഗ്രാസ് ലാൻഡും ഒക്കെ ആയിട്ട് അതിനിടയ്ക്ക് ചെറിയ തടാകങ്ങളും പിന്നെ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായ ഒരു സ്ഥലം. അത്യാവശ്യം നല്ല കാറ്റ് വരുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമുക്ക് ധാരാളം വിൻഡ് മില്ലുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ ഹൗസ് കൃഷി ധാരാളം നടക്കുന്നൊരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം ഗ്രീൻ ഹൗസുകൾ, സ്ട്രോബെറി, ക്യാബേജ്, ക്യാരറ്റ്, കോളിഫ്ലവർ തുടങ്ങി മറ്റനേകം ഫ്രൂട്ട്സും അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കിടിലൻ ഏരിയ ആണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഗൈസ്, ഇത് കണ്ടോ, എൻ്റെ ഡ്രോണിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഫെയർ ബൈ, ഇത് നോക്കൂ. ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ശരിയാക്കാൻ പറ്റൂല, അത് പാളി. ഗമ്മ വാങ്ങിക്കാൻ പറ്റില്ല, അത് പോയി. അയ്യോ, അതെന്താ സംഭവം അറിയോ? ഞാൻ അവിടുത്തെ വിഷ്വൽ എടുക്കായിരുന്നേ. അപ്പോൾ ഞാനിത് സ്പോർട്സ് മോഡലായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കിലേക്ക് എടുത്തപ്പോഴത്തേക്കിന് ഈ മരം കണ്ടില്ല. സ്പോർട്സ് മോഡൽ ഇട്ടാൽ ഇത് ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്യില്ല. ഇല്ല, മൊത്തം പണി വാളി ഗൈസ്.
അയ്യോ ഇത് ഫുള്ള് പൊട്ടിപ്പോയി. ഇത്രയ്ക്ക് ഡാമേജ് ആയാ? അല്ല പിന്നൊരു കാര്യമുണ്ട്, ഇതിൻ്റെ പരിപ്പിളക്കി ഞാൻ എത്ര നാളായിന്നറിയോ? ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷത്തിന് മേലെയായി. ഇതിൻ്റെ പരിപ്പിളക്കി എന്ന് പറഞ്ഞാൽ പരിപ്പിളക്കി. ഇനിയിപ്പോൾ മിനി 4 Pro വാങ്ങേണ്ട അവസ്ഥയായി. ഇത് നോക്ക്, ഡ്രോൺ. ഒന്നാമത് ഇത് കൊണ്ട് ഞാൻ എത്ര രാജ്യത്ത് പോയിട്ടുണ്ടെന്ന് അറിയാമോ ഈ സാധനം കൊണ്ടിട്ട്. ട്രോൺ ചീത്തയായി, പൊട്ടി ഗൈസ്, പണി പാളി ഗൈസ്, പറഞ്ഞു പോയി ഗൈസ്. വിഷമമുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കണ്ടോ, നോക്ക്, ഇതാണ് അവസ്ഥ. ഇതെൻ്റെ മിസ്റ്റേക്ക്, ട്രൂലി മൈ മിസ്റ്റേക്ക്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല, ട്രൂലി മൈ മിസ്റ്റേക്ക്. എൻ്റെ ഡ്രോൺ സൈർ ഭായ്, എൻ്റെ ഡ്രോൺ പോയി ഗൈസ്. സന്തോഷിക്ക്, കുറേ ആളുകൾക്ക് സന്തോഷമാവും അല്ലേ? നമുക്ക് എന്തെങ്കിലും ബാഡ് സംഭവിക്കുമ്പം സന്തോഷിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും. പക്ഷേ ദിസ് ഈസ് പ്യുവർലി മൈ മിസ്റ്റേക്ക് മാൻ. അതായത് ഇത് മൊത്തത്തിൽ പോയി. ഇതിപ്പോൾ എന്താ ചെയ്യുക? ഇത് കണ്ടോ, ഇതിങ്ങനെ പറഞ്ഞു പോയി കണ്ടോ, ഇതിൻ്റെ കണ്ണൊക്കെ ഇളകി കണ്ടോ നോക്കി. ഇത് തിരിച്ച് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ ബാറ്ററി ഇളകിപ്പോയിട്ടുണ്ട്. പിന്നെ ഇത് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പയറബിൾ ആണോ അറിയില്ല. ഞാൻ നോക്കട്ടെ, ഇത് വെക്കാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടെ. ബാറ്ററി ഊരിപ്പോയി, അതാ പ്രശ്നം. നോക്കി, ഇതിൻ്റെ കാല് ഒടിഞ്ഞു കണ്ടോ. പറ്റില്ല സൈർ ഭായ്, ഇതിൻ്റെ വയറൊക്കെ ഊരി വന്ന് ഇതിൻ്റെ ബെയറിങ്ങും സാധനങ്ങളൊക്കെ പോയിന്ന് തോന്നുന്നു. ടപ്പേന്ന് ഞാൻ കാണുകയാണ് ആ മരത്തിൻ്റെ മേളിൽ നിന്ന് ടപ്പേന്ന് പറഞ്ഞ് താഴെ വീഴുന്നു. ഡി ജെ ചെയ്യാ മരത്തിൻ്റെ മേളിൽ നിന്നേ താഴേക്ക് വീഴുന്നത് ഞാൻ ടപ്പേന്ന് പറഞ്ഞ് ഞാൻ വീഴുന്ന ഞാൻ കാണുന്നുണ്ട്, അറിയോ? എന്ത് ചെയ്യാനാ, ഇറ്റ്സ് ഓക്കെ, ഹാപ്പൻസ്. ഇതിൻ്റെ കാല് മാത്രമല്ല, എൻ്റെ കൈ ഒടിഞ്ഞു. ഇത് കണ്ടോ നോക്കി, ഇത് കണ്ടോ, കാല് മാത്രം ഒടിഞ്ഞെന്ന് ഞാൻ കരുതി. കാലൊടിഞ്ഞു, കൈ ഒടിഞ്ഞു, ബാറ്ററി ഊരി വന്ന് മൊത്തത്തിൽ. ഇത് ഞാൻ ആക്ച്വലി ഇതും കൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ 20 രാജ്യത്തെങ്കിലും ഞാൻ പോയിട്ടുണ്ടാവും. കാരണം ഞാൻ ഐസ്ലാൻഡ് പോകുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും ഇത് വാങ്ങിച്ചു, എനിക്ക് ഓർമ്മയില്ല. സൗത്ത് ഇന്ത്യ ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് വാങ്ങിച്ചാൽ. എന്നിട്ട് ഞാൻ ഐസ്ലാൻഡ് പോയി, അതിനുശേഷം അമേരിക്ക പോയി, അതിനുശേഷം കരീബിയൻ മൊത്തം പോയതിന് ശേഷം പിന്നെ പോയത് നമ്മൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ ഫിജി, ഓസ്ട്രേലിയ, നമ്മുടെ സ്ഥലങ്ങളെല്ലാം പോയിട്ട് ഇത് പറഞ്ഞു കണ്ടോ, ഇത് മൊത്തം പോയി കണ്ടോ. അതൊക്കെ ഇത് കണ്ടോ, ഫുള്ള് കയ്യും കാലും എല്ലാം ഒടിഞ്ഞ് അത്രയ്ക്ക് ശോകമായിപ്പോയി. കാരണം സ്പോർട്സ് മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 50 km/h സ്പീഡിലാണ് ഇത് പറക്കുന്നത്. 50 km/h സ്പീഡ്. നമ്മൾ വണ്ടി വരെ ഓടിച്ച് നമ്മളിത് ഡ്രോൺ വിഷ്വൽ എടുക്കുന്നതാണ്. ഇന്നലെയൊക്കെ ഞാൻ വളരെ അടിപൊളിയായിട്ട് എടുക്കുന്നതാണ്. ഇത് ഞാൻ എന്തോ മിസ്റ്റേക്കിൽ, ഒന്നാമത് കാറ്റായിരുന്നു ഇവിടെ, ആ കാറ്റിൽ ഇച്ചിരി ഓവർ കോൺഫിഡൻസ് ആയിപ്പോയതാണ് പറ്റിപ്പോയത്. ചത്ത കളിക്ക് എന്തിനാ കൂട്? ഇനിയിപ്പോൾ കൂടും വീഴുന്നില്ല. ഇതിൻ്റെ നമുക്ക് എന്തെങ്കിലും പാർട്സൊക്കെ ഉപയോഗിക്കാൻ പറ്റും, ബാറ്ററിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. ഇനിയിപ്പോൾ DJ മിനി 4 Pro ആണ്. ഇനി മിനി 5 Pro ഇറങ്ങുമ്പോൾ വാങ്ങിക്കണം. അതിനിപ്പോൾ നാട്ടിൽ പോയിട്ടല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. അബദ്ധമായി ഗൈസ്. ചെറുവേ എന്താ ചെയ്യാ? ഡ്രോൺ ഇല്ലാണ്ട് എങ്ങനെ ഞാൻ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നല്ല വിഷ്വൽസ് ഒക്കെ എടുക്കാം? എന്ത് ചെയ്യും നിങ്ങൾ പറ. നമുക്ക് ഡീജന്റെ ഷോറൂമിൽ പോയിട്ട് ശരിയാക്കാൻ പറ്റില്ല, മൊത്തം പോയി. അതിന്റെ കൈയും കാലും എല്ലാം ഒടിഞ്ഞ്. ചിലപ്പോ അവരുടെ തന്നെ മാർഗം ഉണ്ടാവും. എന്ത് ശരിയാക്കാൻ? അത് ശരിയാക്കുന്ന പൈസ ഉണ്ട് പുതിയ വാങ്ങിക്കാം. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും റിപ്പയർ ചെയ്യല് പാടാണ്. അതിന്റെ ലീഫൊക്കെ പോയാണെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം. അറിയില്ല, അത് എൻ്റെ കാലൊക്കെ മാറ്റാൻ പറ്റുമോ? എൻ്റെ കൈയും കാലും ഓടിക്കാൻ സർജറി ചെയ്തിന് റെഡിയാക്കി എടുക്കണം. അല്ലാതെ ഇവിടെ ശ്രീലങ്കയല്ലേ ബെസ്റ്റ്. ചൈനയിൽ നിങ്ങൾ എന്തായാലും റെഡിയാക്കി, പക്ഷെ ഇവിടെ എങ്ങനെ ശരിയാക്കാനാ? ശാലം മൂടും പോയി നോക്കണ്ട. ഇപ്പോൾ കഴിഞ്ഞു, ഞങ്ങൾ പോകുമ്പോൾ ചൈനയെ കൊണ്ടുപോകാം. എന്നിട്ട് റെഡിയാക്കാൻ പറ്റുമോ? അത് വേണ്ട. 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ ഡ്രോൺ ഇല്ലാണ്ട് ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ രണ്ടാമതൊരു ഡ്രോൺ വാങ്ങിക്കുക. രണ്ടാമത് ഡ്രോൺ വാങ്ങണേ കൊളംബോയിൽ പോകേണ്ടി വരും. കൊളംബോ ഇവിടെ കഴിഞ്ഞാൽ നേരെ കൊളംബോ കൂടെ ഒരു സർവീസ് ചെയ്യാൻ നോക്കാം. ഇത് ഞാൻ കൊണ്ടുപോകാം, എന്നിട്ട് ഒന്ന് ചെയ്യിപ്പിക്കാം. നമുക്ക് സെക്കൻഡ് ഹാൻഡ് വിലക്ക് വിറ്റാൽ പോലെ.
നാട്ടിൽ എത്ര കിട്ടുമെന്ന് ചോദിക്കുക. ടെൻഷൻ അടിച്ചിട്ട് അപ്പിടാൻ പറ്റുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാനതിന്റെ പരിപ്പിളക്കി എന്ന് പറഞ്ഞാൽ പരിപ്പിളക്കിയത് ഇന്ന് രാവിലെ കൂടെ ഞാൻ പറത്തിയിട്ടേ എന്തോരം പറത്തിട്ടുണ്ടാവും ഈ ഡ്രോണ്. അതുപോലെ പരിപ്പിളക്കിയിട്ടുണ്ട് ഞാൻ. അങ്ങനെ നമുക്ക് സമാധാനിക്കാം. അത്രേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. പോയി